നമസ്കാരം. വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയുടെ മരണത്തിൽ രാഷ്ട്രീയ വിവാദം പുകയവേ സർക്കാരിനെതിരെ സർജിക്കൽ സ്ട്രൈക്കുമായി ഗവർണർ രംഗത്ത്. സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെ ചാൻസലർ എന്ന നിലയിൽ സർവാധികാരി താൻ തന്നെയാണെന്ന് സർക്കാരിനുള്ള സന്ദേശം. സർവകലാശാലകളിലെ ഹോസ്റ്റലുകളിൽ SFI താവളമാണ് എന്നും അവര് ക്രിമിനൽ അനധികൃത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നുമാണ് വിമർശനം. ഇക്കാര്യത്തിൽ വലിയ അന്വേഷണം ആവശ്യമാണ് എന്നും ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലേത് മികച്ച പോലീസ് സേന തന്നെയാണ് എന്നും പക്ഷേ ആ സംവിധാനത്തെ ഭരണ പാർട്ടി പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. സർവകലാശാലകളിലെ ഹോസ്റ്റലുകൾ SFI താവളമാണ് എന്നും അവരത് ക്രിമിനൽ അനധികൃത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുമാണ് ഗവർണറുടെ വിമർശനം. ഇക്കാര്യത്തിൽ വലിയ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതായത് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവും അതിൽ ഗവർണറുടെ ഇടപെടലുമെല്ലാം ബാധിച്ചിരിക്കുന്നത് SFIക്ക് തന്നെയാണ്. ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് പറഞ്ഞിരുന്ന SFI ഇപ്പോൾ സ്വയം പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല ഗുരുതരമായ അലംഭാവം കാണിച്ചെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. 18-ന് മരണം നടന്നെങ്കിലും സർവകലാശാല അധികൃതർ അനങ്ങാൻ 4 ദിവസം എടുത്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും VCO, ഡീൻ ഉൾപ്പെടെയുള്ളവരോ ഗൗരവത്തോടെ എടുത്തിരുന്നില്ല. തുടർന്ന് നീതി തേടി സിദ്ധാർത്ഥന്റെ അച്ഛൻ 26-ന് ഗവർണറെ സമീപിക്കേണ്ടി വന്നു. അടിയന്തര നടപടി നിർദ്ദേശിച്ച് ഗവർണർ DGPക്ക് കത്തയച്ച ശേഷമാണ് പോലീസ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയതെന്നതാണ് വാസ്തവം. ഇതിനിടയിലും സംഭവത്തിന്റെ ഗൗരവം ചാൻസലറെ അറിയിക്കാൻ VC തയ്യാറായില്ലെന്നാണ് വിമർശനം. ഗവർണർ VCയോട് റിപ്പോർട്ട് തേടിയിരുന്നു. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കളെ കാണാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും VC ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് മുതിർന്നിരുന്നില്ല. ഇങ്ങനെ ഒരു ധാരണ മരണമുണ്ടായി 2 ആഴ്ച കഴിഞ്ഞിട്ടും കാര്യമായി ഒരു നടപടിയും എടുക്കാത്ത പശ്ചാത്തലത്തിലാണ് ഗവർണർ കഴിഞ്ഞ ദിവസം ഇടപെട്ടതെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഗവർണറുടെ ഇടപെടലോടെ കേസന്വേഷണം കേന്ദ്ര ഏജൻസികളിൽ എത്താനുള്ള സാധ്യതയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാരണം ഒരു സർവകലാശാലയിൽ അനിശ്ചിത സംഭവമുണ്ടായാൽ ഉടനടി VCക്കെതിരെ നടപടിയെടുക്കുന്ന പതിവ് ഇതുവരെയില്ല. അതിനാൽ അസാധാരണമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഗവർണറുടെ നടപടി. അടിയന്തര ഘട്ടത്തിൽ ഏത് അധികാരങ്ങൾക്കെതിരെയും നടപടിയെടുക്കാൻ വെറ്റിനറി സർവകലാശാല നിയമത്തിലെ 8-ാം വകുപ്പിൽ വ്യവസ്ഥയുണ്ട്. അതനുസരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ VCയെ സസ്പെൻഡ് ചെയ്തത്. അത് മാത്രമല്ല, ഒരു കുറ്റകൃത്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കുന്നതും പതിവുള്ളതല്ല. സർവീസിലുള്ള ജഡ്ജിയെ അന്വേഷണത്തിന് ലഭിക്കുന്നതും എളുപ്പമുള്ള കാര്യമല്ല. ഒന്നുകിൽ വിരമിച്ച ജഡ്ജി അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടേക്കാം. ഇല്ലായെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കാം. അതാണ് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർ ഇടപെട്ട നടപടിയുടെ അടുത്ത ഭാഗമായി നടക്കാൻ പോകുന്നത്.